ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഗ്രീഡ് ഇൻ ട്രേഡിംഗ്. അതായത് നമ്മളിപ്പോൾ നമ്മളൊരു ഗ്രീഡി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിൽ സക്സസ് ആവുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമാവുകയില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്, ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റിയിട്ടും മറ്റ് പല കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ട്രേഡറോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം, കാരണം നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടൻസ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഗ്രീഡ് എന്ന് പറയുന്നത്? മാസ്റ്ററിങ് യുവർ ഇമോഷൻസ് ഫോർ ബെറ്റർ ട്രേഡിംഗ് ഡിസിഷൻ. ഗ്രീഡ് ഇല്ലാതെയാക്കിയിട്ട് നമുക്ക് നേരെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ട്രേഡർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഗ്രീഡ് എന്താണ് എന്നൊക്കെ നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആണ് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓക്കെ, ഗ്രീഡ്. ഹൗ ഗ്രീഡ് അഫക്ട്സ് ട്രേഡിംഗ്. ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അത്യാർത്തി. അതായത് നമ്മളിപ്പോൾ ഒരു പൊസിഷനിൽ കയറി, നമ്മൾ ഓൾറെഡി നമ്മളൊരു പ്രോഫിറ്റ്, നല്ലൊരു പച്ച കത്തിയിട്ടുള്ളൊരു പ്രോഫിറ്റ് കണ്ട്, ബട്ട് നമ്മൾ ആ ഒരു പ്രോഫിറ്റിൽ നമ്മൾ സംതൃപ്തി ആവാതിരിക്കുക, നമുക്ക് കുറച്ചുകൂടി വേണം എന്നൊരു ഫീലിംഗ് വരിക, നമ്മൾ കുറച്ചും കൂടി ഒരു ഓവർ കോൺഫിഡൻസ് ആകുക. ഇപ്പോൾ മോർണിംഗ് തന്നെ നിങ്ങളൊരു 2000 നിങ്ങളുടെ റിസ്ക് റിവാർഡ് എല്ലാ ക്രൈറ്റീരിയയും വെച്ചിട്ട് നിങ്ങളൊരു 2000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ആക്കി. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് നമ്മളൊരു 2000 റുപ്പി നമ്മൾ ഓൾറെഡി മെയ്ഡ് ചെയ്ത്, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 5 or 10 മിനിറ്റ്സ് കഴിയുമ്പം ഇഫ് നമ്മളത് എക്സിറ്റ് ചെയ്തില്ല എങ്കിൽ ആ 2000 ഒരു പക്ഷേ 5000 6000 ഈവൻ 10,000 പോലും ആയേക്കാം. സോ നമുക്കങ്ങനെ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് വരും. അപ്പോൾ നമ്മൾ 2000 ആക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 4000 5000 10,000 ആക്കാമായിരുന്നു എന്നൊരു ചിന്താഗതിയിൽ നിന്നാണ് നമ്മുടെ ഗ്രീഡ് ഉടലെടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അതൊരു 10,000 നമ്മൾ കാണും. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത സ്ട്രൈക്ക് പ്രൈസിൻ്റെ മുകളിലായിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു 200 or 300 ഫാർ ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ നേരത്തെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത പോലെയല്ലാതെ വീണ്ടും നമ്മളൊരു പെട്ടെന്ന് തന്നെ നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്യും. നമുക്ക് കുറച്ചും കൂടി 2000 3000 or 3500 ആക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ നേരെ ട്രേഡിൽ എൻ്റർ ചെയ്യും. ബട്ട് എന്ത് സംഭവിക്കും? നേരെ മാർക്കറ്റ് നമ്മളെടുത്തതിൻ്റെ ഓപ്പോസിറ്റേക്ക് തിരിയും. നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റും അതുപോലെ തന്നെ നമുക്കൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ലോസ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ബിയർ ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗ്രീഡ് ട്രേഡിംഗ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യാന്നുള്ള സ്ലൈഡ് വ്യക്തമായിട്ട് നോക്കാം. നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ ട്രേഡിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേക്കിംഗ് 2-minute ട്രേഡ്സ് വിതൗട്ട് പ്രോപ്പർ അനാലിസിസ്. ഒരു വ്യക്തമായിട്ടുള്ളൊരു അനാലിസിസ് ഇല്ലാതെ നമ്മൾ കൂടുതലായിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങൾ തന്നെ. ഇഗ്നോറിങ് റിസ്ക് മാനേജ്മെൻറ്റ്. നേരത്തെ നമ്മൾ 2000 ആണ് നമ്മുടെ പ്രോഫിറ്റ് വെച്ചിട്ട് 1000 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചതെങ്കിൽ നമ്മൾ ഈ ഒരു 2000 എബോവ് നമുക്ക് പ്രോഫിറ്റ് വേണമെന്ന് കരുതിയിട്ട് ഈവൺ ആ 2000 പോലും നമ്മൾ റിസ്ക് ചെയ്തിട്ട് അതിനേക്കാൾ എബോവ് ലോസിലേക്ക് നമ്മൾ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നെഗ്ലെക്റ്റിംഗ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആൻഡ് പൊസിഷൻ സൈസിങ്. നമ്മുടെ പൊസിഷൻ സൈസിങ് നമ്മൾ പാടെ മറക്കും. പൊസിഷൻ സൈസിങ്ങിനെ പറ്റിയിട്ട് റീസെൻ്റായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രമിക്കണം. അതിൽ നമ്മൾ വ്യക്തമായിട്ട് എന്താണ് പൊസിഷൻ സൈസിങ്, എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം, ഏതൊക്കെ തരത്തിൽ നമുക്ക് പൊസിഷൻ സൈസിങ് ചെയ്യാമെന്നൊക്കെ നമ്മൾ ഡീപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ചേസിങ് ഹൈ റിട്ടേൺസ്. ഇതാണ് നമ്മൾ അത്യാർത്തി കാരണം നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് പോരാ, മറിച്ച് കൂടുതൽ പ്രോഫിറ്റ് വേണമെന്ന് കരുതിയിട്ട് നമ്മൾ ഹൈ റിട്ടേൺസിന് ചേസ് ചെയ്യാൻ ആരംഭിക്കും. നെക്സ്റ്റ് ഹോൾഡിംഗ് ലോസിങ് പൊസിഷൻ. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ 2000 പ്രോഫിറ്റ് ആക്കി, നമുക്ക് കുറച്ചുകൂടി പ്രോഫിറ്റ് ആക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ അല്ലാതെ നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നു. സോ എന്ത് സംഭവിക്കും? 2000 നമ്മുടെ പ്രോഫിറ്റ് ബാക്ക് അടിച്ചിട്ട് ഇപ്പോൾ 800 ലോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യില്ല. ബിക്കോസ് എന്ത് സംഭവിക്കും? നമ്മളുടെ നമ്മളൊരു ലോസ് ബുക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകും. സോ 2000 പ്രോഫിറ്റ് -2000 ആയാൽ കൂടി ഒരു പക്ഷേ നമ്മുടെ ഭൂരിഭാഗം ട്രേഡേഴ്സും അവിടെ ലോസ് ബുക്ക് ചെയ്യില്ല. നമ്മുടെ ക്യാപിറ്റലിൻ്റെ 50% എബവ് ഒക്കെ ലോസ് ബുക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഇറങ്ങുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് 91% ട്രേഡേഴ്സും ഇന്ത്യയിൽ ലോസ് മേക്ക് ചെയ്യുകയാണെന്ന് സെറോദയുടെ നിതിൻ കാമത്ത് ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ സെബി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ചർച്ച ചെയ്യാം. ഒരു ട്രേഡർ ഹു ഡബിൾ ഡൗൺ ഓൺ എ ലോസിങ് പൊസിഷൻ ലീഡിങ് ടു സിഗ്നിഫിക്കൻറ്റ് ലോസസ്. അതായത് നമ്മളിപ്പം എന്താ പറയുക, ഒരു ലോസ് കണ്ടിട്ട് ആ ലോസിൽ എക്സിറ്റ് ചെയ്തില്ല എങ്കിൽ, ഇപ്പം അയാളുടെ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അയാളുടെ ഒരു റിസ്ക് റിവാർഡ് വെച്ചിട്ട് 2000 സ്റ്റോപ്പ് ലോസും 4000 ടാർഗറ്റും ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഇയാൾ 2000 എത്തിയിട്ട് ലോസ് ബുക്ക് ചെയ്യുന്നില്ല, അത് തിരിച്ച് ഒരു ബ്രേക്ക് ഇവണിലാവും എന്ന് കരുതിയിട്ട് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ബട്ട് എന്ത് സംഭവിക്കുന്നു, ആ 2000 എന്ന് പറയുന്ന അയാളുടെ ലോസ് ഉൾപ്പെടെ എഗെയിൻ അയാളുടെ 2000 റിസ്ക് റിവാർഡും പ്രോപ്പർ ആക്കാത്തത് കൊണ്ട് 4000 ലോസിൽ അയാൾ എക്സിറ്റ് ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് ആണ് നമ്മൾ പറയുന്നത് ട്രേഡർ 2യുടെ എക്സാമ്പിൾ, ട്രേഡർ ഹു ഇഗ്നോർഡ് ദ ട്രേഡിംഗ് പ്ലാൻസ് ആൻഡ് ഓവർ ട്രേഡർ റിസൾട്ടിങ് ഇൻ എ ബ്ലോൺ അക്കൗണ്ട്. ഓവർ ട്രേഡിംഗ് ചെയ്തിട്ട് ബ്ലോൺ അക്കൗണ്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓവർ ട്രേഡിംഗ് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. രാവിലെ നിങ്ങൾ ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, സ്ട്രാറ്റജീസ് ടു മാനേജ് ഗ്രീഡ്. ഇനി ഗ്രീഡ് നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവാക്കാം, ഏതൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഗ്രീഡിനെ നമുക്ക് പാടെ ഇല്ലാതാക്കാം എന്ന് നമുക്ക് നോക്കാം. സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. വ്യക്തമായിട്ടുള്ളൊരു ഗോൾസ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ഡിഫൈൻ ക്ലിയർ ആൻഡ് അച്ചീവബിൾ പ്രോഫിറ്റ് ടാർഗറ്റ്സ്. നേടിയെടുക്കാൻ പറ്റുന്ന പ്രോഫിറ്റ്സ് മാത്രം നിങ്ങൾ എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്താ പറയുക എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ എന്താ പറയുക ഹൈ റിട്ടേൺസ്, എന്താ പറയുക ഹൈ ആയിട്ടുള്ള വെരി ഹൈ റിട്ടേൺസും അതുപോലെ തന്നെയുള്ള റിട്ടേൺസ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വെക്കാൻ പാടില്ല. ക്ലിയർ ആയിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള അച്ചീവബിൾ ഗോൾസ് ടാർഗറ്റ് മാത്രം വെക്കുക. സ്റ്റിക്ക് ടു യുവർ ട്രേഡിംഗ് പ്ലാൻ. എന്ത് തന്നെ മാർക്കറ്റിൽ എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണോ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മാർക്കറ്റിൽ ദീർഘകാലം സസ്റ്റെയിൻ ചെയ്യില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഓക്കെ, ഫോളോ യുവർ ട്രേഡിംഗ് പ്ലാൻ, അവോയ്ഡ് ഇമ്പൾസീവ് ഡിസിഷൻ. പെട്ടെന്നുള്ള ഒരു ത്വര കാരണം ഒരു ഡിസിഷനും എടുക്കാതിരിക്കുക മാർക്കറ്റിൽ. 3 ട്രേഡ്സേ നിങ്ങൾ ഒരു ദിവസം എടുക്കുകയുള്ളൂ എങ്കിൽ അതാണ് നിങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ. അതിൽ കൂടുതൽ ഒരു കാരണവശാലും പ്ലാൻ ചെയ്യാതിരിക്കുക. ഇംപ്ലിമെൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ്. യൂസ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആൻഡ് പ്രോപ്പർ പൊസിഷൻ സൈസിങ് കൃത്യമാക്കി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ടേക്ക് റെഗുലർ ബ്രേക്സ്. നിങ്ങളിപ്പം ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒരു ലോസോ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു ദിവസം 3 ട്രേഡ്സ് ആണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ട്രേഡ് കഴിയും തോറും കൃത്യമായിട്ടുള്ളൊരു ഇൻ്റർവെല്ല് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ മൈൻഡ് കാമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റെപ്പ് അവേ ഫ്രം ദ സ്ക്രീൻ ടു മെയിൻറ്റെയിൻ പെർസ്പെക്റ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ആണ് റിഫ്ലക്റ്റ് ഓൺ യുവർ ട്രേഡ്സ്. കീപ്പിംഗ് എ ട്രേഡിംഗ് ജേർണൽ ടു അനലൈസ് യുവർ ഡിസിഷൻ ആൻഡ് ഇമോഷൻസ്. നിങ്ങൾ എന്ത് തന്നെ ട്രേഡ് എടുത്താലും മാർക്കറ്റിൽ നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്താൽ കൂടി നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. നിങ്ങൾ എന്തുകൊണ്ട് ഈ ഓവർ ട്രേഡ് ചെയ്തു, ഈ ഓവർ ട്രേഡ് ചെയ്തത് കൊണ്ടാണോ നമ്മൾ എന്താ പറയുക വീക്കെൻഡ് അല്ലെങ്കിൽ ഡെയിലി ഡേ കഴിയുമ്പോൾ നമ്മൾ ലോസ് ഉണ്ടാക്കാൻ കാരണം. ഇങ്ങനെ എഴുതി വെക്കുന്നതിലൂടെ നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ആ ഒരു മണ്ടത്തരം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് എഴുതി വെക്കാൻ വേണ്ടി പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, പ്രാക്ടിക്കൽ ടിപ്സ് ഫോർ കൺട്രോളിങ് ഗ്രീഡിങ്. അതായത് നമ്മളെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. മൈൻഡ്ഫുൾ ആൻഡ് മെഡിറ്റേഷൻസ്. നിങ്ങളൊരു യോഗ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. ഇഫ് സപ്പോസ് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എക്സസൈസ്, ജിം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. മൈൻഡ്ഫുൾനെസ് ടു സ്റ്റേ കാം ആൻഡ് ഫോക്കസ്ഡ്. ലിമിറ്റ് എക്സ്പോഷർ. അവോയ്ഡ് ഓവർ എക്സ്പോഷർ ടു മാർക്കറ്റ് ന്യൂസ് ആൻഡ് സോഷ്യൽ മീഡിയ ഹൈപ്പ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ന്യൂസുകൾ പല രീതിയിൽ വരും. സോ അതിൽ നിങ്ങൾ ഓവർ എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാർക്കറ്റിലെ ന്യൂസ് നിങ്ങൾ പ്രധാനപ്പെട്ട ന്യൂസിനെ മാത്രം കൺസിഡർ ചെയ്യുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന എന്താ പറയുക ലോക്കലായിട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ ഒരുപാട് ന്യൂസുകൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ലേൺ ഫ്രം മിസ്റ്റേക്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ലേൺ ഫ്രം മിസ്റ്റേക്സ്. നിങ്ങൾ ഒരുപാട് തെറ്റ് മാർക്കറ്റിൽ നിലവിലും അതുപോലെ തന്നെ എന്താ പറയുക ഇപ്പോഴും വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ നിങ്ങൾ ലേൺ ഫ്രം മിസ്റ്റേക്സ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് നന്നായിട്ട് നിങ്ങൾ തറവാക്കി വെക്കുക. കാരണം നിങ്ങൾ തെറ്റിൽ നിന്ന് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് 1 വർഷമോ 2 വർഷമോ 3 വർഷമോ 6 വർഷം കഴിഞ്ഞാൽ കൂടി നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കും. എംബ്രേസ് ലോസസ്. നിങ്ങൾ എത്ര നഷ്ടം വരുത്തുന്നോ നിങ്ങളുടെ നഷ്ടം നിങ്ങളുടെ ലിമിറ്റ് ആണെങ്കിൽ ആ ലോസിനെ നിങ്ങൾ ആലിംഗനം ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ നിന്നിറങ്ങി പോവുക. കാരണം നാളെയും മാർക്കറ്റ് ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് നാളെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ആസ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി റാദർ ദാൻ ചേസിങ് ലോസസ്. ആ ലോസിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ മാർക്കറ്റിനെ ആ ലോസിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ നിന്നിറങ്ങുക. നെക്സ്റ്റ് ആണ് മിസ്റ്റേക്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ് ലേണിംഗ്. ഓക്കെ, ദ ബെനിഫിറ്റ്സ് ഓഫ് മാനേജിങ് ഗ്രീഡ്. അതായത് ഗ്രീഡ് നിങ്ങൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. റെഡ്യൂസ്ഡ് സ്ട്രെസ്സ്. നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറയും. കാരണം നിങ്ങൾ ഓവർ എക്സ്പോസ്ഡ് ആവുന്നില്ല മാർക്കറ്റിൽ. എന്താ പറയുക നിങ്ങൾ ഓൾറെഡി ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി, നിങ്ങൾക്ക് ഇത്ര മതി എന്ന് നിങ്ങൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മാർക്കറ്റ് പിന്നീട് എങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരും. ഇഫ്
നിങ്ങൾ ഗ്രീഡ് കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ. നെക്സ്റ്റ് ആണ് ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ക്ലിയറർ മോർ റാഷണൽ ഡിസിഷൻ എൻഹാൻസ് ഓവറോൾ പെർഫോമൻസ്. നിങ്ങൾ വ്യക്തമായിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ ഉണ്ടാക്കും. അതായത് നിങ്ങൾ വീണ്ടും ട്രേഡ് എടുത്തിട്ട് പിന്നെയും പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് വീണ്ടും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മണി മാത്രം ഫോക്കസ്ഡ് ആയി പോകും. സോ നിങ്ങൾക്ക് യുക്തിസഹമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഓക്കെ. മോർ ഡിസിപ്ലിൻഡ് ട്രേഡിംഗ് ലീഡ്സ് ടു സ്റ്റഡിയർ റിട്ടേൺസ്. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു നല്ല അച്ചടക്കമുള്ള ഒരാളായിട്ട് മാറാൻ ശ്രദ്ധിക്കണം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ കൺക്ലൂഷനാണ്. നമ്മളെ വീഡിയോ ഓൾറെഡി അത്ര ദീർഘിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നത്. കൺക്ലൂഷനാണ്: ഗ്രീഡ്സ് ക്യാൻ ഹാവ് ഡിറ്റർമൈൻഡ് ഇമ്പാക്ട് ഓൺ യുവർ ട്രേഡിംഗ് സക്സസ്. ബൈ മാനേജിങ് ഇറ്റ് you can make more rational decision and achievable more consistent result. Remember to like, share and subscribe for more trading insights. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള എന്ത് തന്നെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. Thank you and have a nice day.